ഹേ ഗായ്സ്, നമ്മുടെ വീടിൻ്റെ സെറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ വാനെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഇന്നിപ്പോൾ എടുത്ത് വണ്ടി ഇപ്പോൾ പറഞ്ഞു വിട്ടോളൂ. അപ്പോൾ നമ്മൾ അളയും ചെറുക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒന്നുകൂടെ തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഒരു സിറ്റ് ഔട്ട് അങ്ങോട്ട് ഇവിടെ സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ ഒരു വ്യൂ ഇതും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് ഇത് ഇവിടെ 2 പോർച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ആ ഡോർ വെച്ച് തിരിഞ്ഞ് കയറണം. കയറിയിട്ടാണ് അവിടുന്ന് വിസിറ്റിങ്, പിന്നെ അപ്പുറ സൈഡിലെ ഡൈനിങ്, പിന്നെ ഇത് കിച്ചൺ, പിന്നെ അതിൻ്റെ അപ്പുറം വർക്ക് ഏരിയ. ഇതും ഒരു ഹാള്. പിന്നെ നമ്മുടെ ഇതിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറി സ്റ്റെയർ റൂമിൽ കയറിയിട്ട് ഈ പോർച്ചിൻ്റെ മുകളിൽ നമുക്ക് ഹോം തിയേറ്ററോട് കാണുന്ന പരിപാടിയുണ്ട്. ഹോം തിയേറ്റർ ആണ് പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ തലക്കാലം ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ചെയ്യണുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാം സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഇട്ട് വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് നമ്മുടെ ഒരു കോർട്ട്യാർഡാണ്. അത് ബെഡ്റൂം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബാത്റൂം. നമ്മുടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് നമ്മുടെ കന്നിമൂലയിൽ വരുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. അപ്പോൾ അതിന് തന്നെ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ട് ഒരു റൂമിൻ്റെ വലുപ്പത്തിൽ തന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ എടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ 2 റൂമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് 2ാമത്തെ റൂം. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിൽ നിന്ന് തന്നെ സൈഡിൽ കൂടെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലേക്കും അങ്ങനെ. ഇതിങ്ങനെ മൊത്തത്തിൽ ഇത്ര ഭാഗം മുകളിലേക്കുള്ള സ്റ്റെയർ കയറി വരുന്നത്. അപ്പുറം വേറെ സ്റ്റെയർ ഉണ്ട്. 2 സൈഡിൽ സ്റ്റെയർ ഉണ്ട് കേട്ടോ. ഇത് ഒരു സ്റ്റെയർ കയറി വരും. ഇത് മുകളിലേക്ക് ഇവിടുന്ന് സ്റ്റെയർ കയറിയിട്ടാണ് മുകളിൽ നമ്മളെ ഇതിൻ്റെ മുകളിൽ കന്നിമൂല റൂം എടുക്കുന്നുണ്ട്. ഇവിടെ ഈ സെക്ഷൻ മുറി മുകളിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ കോണി അങ്ങനെ ചെന്നല്ലേ ഈ ഏരിയയിൽ കണ്ടോ. ഇത് കോട്ടയാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാകത്തിന് ഗ്ലാസ് ഒക്കെ ഇട്ടാട്ട് ചെയ്യണം. ഇവിടെ നിന്ന് കടയിൽ ഗ്യാപ്പ് വന്നത് ഒറ്റയടിക്ക് നേരെ സ്റ്റെയർ കയറി വന്നിട്ട് അതിൽ നേരെ നമ്മൾ ഏടിപ്പൊക്കത്താണ് നമ്മൾ പോർച്ച് വാറണേ. ആ പോർച്ചിൻ്റെ മുകളിൽ ഹോം തിയേറ്ററായിട്ട് പോകണ്ടോ. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഹാളിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ പുറത്തേക്ക് തന്നെ നമ്മൾ ഗ്ലാസ് ഡോർ കൊടുത്ത് പുറത്തേക്ക് ഇവിടെ ഒരു സെറ്റിങ്സ് നമുക്ക് സീറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നൈറ്റായിട്ടുള്ള ഒരു ഇതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഗാർഡനൊക്കെ കൊടുത്തിട്ട് അതിൽ അത്യാവശ്യം ഒരു ചെറിയൊരു 2 ചെയറും അല്ലെങ്കിൽ ഒരു 4 ചെയറൊക്കെ ഇട്ട് അതിലൊരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ഓരോരോ ഇതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചെറിയ നല്ലൊരു ഗാർഡൻ ടൈപ്പ് ഒന്ന് ഡിസൈൻ ചെയ്യാതെ എടുക്കണം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഞാൻ പറഞ്ഞു പോയതാണ് അത് വർക്ക് ഏരിയ. പിന്നെ ഇത് നമ്മൾ ഈ റൂം കൊല്ലത്തിൻ്റെ തന്നെ ഒരു കിച്ചണാണ്. സിറ്റ് ഔട്ടിലേക്ക് അവിടുന്ന് സ്റ്റെപ്പ് ഇട്ട് ഇങ്ങോട്ട് കയറും, ഇവിടുന്ന് സ്റ്റെപ്പ് ഇട്ട് അങ്ങോട്ടും കയറും. അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തത്. ഇതാണ് വിസിറ്റിങ്. അത് നമ്മുടെ ഡൈനിങ്, മറ്റേ ഹാള്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഏകദേശം വരുമ്പോഴത്തേക്കും ഒരു 200-800 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ടിൽ തന്നെ വരും. ബാക്കി മുകളിലേക്ക് അങ്ങനെ വരുന്നത് കേട്ടോ.